അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലം അതിന്റെ വല്ലാത്തൊരു പോക്കിലേക്കൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കരങ്ങളിൽ ലഭിക്കുന്ന പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നാം അനുദിനം കാണുന്ന വാർത്തകളൊക്കെ ഒരു മനുഷ്യനെ മനുഷ്യനല്ലാതായി കാണുന്ന, ഇത്രമാത്രം നീചമായി കാണുന്ന ഒരു കാലഘട്ടം വേറെ എങ്ങും ഇല്ലാത്ത രീതിയിൽ വളർന്നു വരുമ്പോൾ, പ്രിയ സ്നേഹിത, എന്തുമാത്രം പ്രശ്നത്തിലൂടെയാണ് ഒരു മനുഷ്യൻ കടന്നു പോകുന്നതെന്നും നമ്മൾക്ക് യഥാർത്ഥത്തിൽ സമാധാനം ഉണ്ടാകാത്ത വാർത്തകൾ കൊണ്ടൊക്കെ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമ്മളേറെ ദുഃഖിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണിത്. ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഇടവിട്ട് ഒരു ദിവസമെന്നില്ല, അതുപോലെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് വാർത്തകൾ ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെ നീചമായ നിഷ്ഠൂരമായ പ്രവൃത്തികൾ കൊണ്ടൊക്കെ മനുഷ്യൻ ക്രൂര സ്വഭാവത്തിന് അടിമപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇതുപോലെ ഇങ്ങനെ ഒരു മാറ്റം, മനുഷ്യന്റെ സ്വഭാവത്തിൽ ഇത്രമാത്രം ഒരു വൈകൃതം വരുവാൻ കാരണം എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വീടുകളിൽ സുഖമായിട്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ അരങ്ങേറുന്ന വാർത്തകളും ഒരു മനുഷ്യന്റെ ജീവന് പോലും വിലയില്ല, വെറും കോഴിയെ കൊന്നു തള്ളുന്നത് പോലെ മനുഷ്യനെ കൊലവിളിക്കുന്ന കാഴ്ചകൾ കാണുന്നു. ഇപ്പോൾ ഈ ഒരു മണിക്കൂർ മുന്നേ കേട്ടൊരു വാർത്തയുണ്ട്. ഒരു സുഹൃത്ത് എന്തോ പറഞ്ഞതിന് അവനെ റോഡിൽ അടിച്ച് കൊന്നു എന്നൊരു വാർത്ത. അത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. മനുഷ്യന്റെ സ്വഭാവത്തിന് വേറെ തലത്തിലേക്ക് അക്രമപരമായ ഒരു സ്വഭാവം മനുഷ്യനിൽ ഉടലെടുക്കുകയാണ്. അതിൽ മാതാവാണെന്നോ പിതാവാണെന്നോ സ്വന്തം സഹോദരനാണെന്നോ കുടുംബ ബന്ധങ്ങൾക്ക് പോലും പ്രാധാന്യം കൽപ്പിക്കാതെ മനുഷ്യൻ വൈകൃതമായി ചിന്തിക്കുന്ന, വളരെ മൃഗീയമായി ചിന്തിക്കുന്ന ഒരു കാലയളവിലേക്കാണ് നാം കടന്നു പോകുന്നത്. മദ്യവും മയക്കുമരുന്നും വെറുക്കൂത്തുകളും ഒക്കെ ഇതിനൊരു നേർക്കാഴ്ച മാത്രമാണ്. വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്ക് ഒരു നേർക്കാഴ്ച മാത്രമാണ് മദ്യവും മയക്കുമരുന്നും ഒക്കെ. യഥേഷ്ടം ലഭിക്കുന്ന ഇടങ്ങളായി ഇപ്പൊ കേരളത്തിന്റെ ഓരോ മുക്കും മൂലയുമെല്ലാം മാറിയിരിക്കുന്നു. സ്കൂളെന്നില്ല, കലാലയമെന്നില്ല, വീടൊന്നില്ല, കടകളെന്നില്ല, എല്ലായിടത്തും സുലഭമായി. ഒരു പക്ഷേ പലചരക്ക് കടയിൽ ചെന്നാൽ, അല്ലെങ്കിൽ റേഷൻ കടയിൽ മനുഷ്യന് അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും ഒന്നും ചോദിച്ചാൽ ഇപ്പൊ ലഭിക്കാനില്ലാത്തൊരു കാലഘട്ടം. എന്നാൽ മദ്യവും മയക്കുമരുന്നും യഥേഷ്ടം എങ്ങും എവിടെയും കിട്ടാവുന്ന രീതിയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ, പ്രിയപ്പെട്ടവരെ, ഒരു വീടുകളിലും ഒരു മനുഷ്യൻ സുരക്ഷിതരല്ല എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. നമ്മൾ പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കൾ നമ്മൾക്ക് വളരെ പ്രതീക്ഷയാണ്, അവർ ഭാവിയുടെ തലമുറയൊക്കെ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ തന്നെ നാളെ ഏതെങ്കിലും ഒക്കെ ലിസ്റ്റില് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ലിസ്റ്റിൽ പിടികിട്ടാപ്പുള്ളിയുമായിട്ടൊക്കെ തെളിയുമ്പോഴാ എന്റെ മകനാണോ ഇതൊക്കെ മാതാപിതാക്കൾ ചോദിച്ചു പോകുന്നത്. കാരണം നമ്മൾ കാണുന്ന ഒരു തലമുറയല്ല. സമൂഹത്തിന്, കുടുംബത്തിനൊക്കെ അവൻ പാവമെന്നും സാധാരണ ഒരു വ്യക്തിത്വത്തെ നിലയിലാണ് കാണുന്നത്. പക്ഷേ അവർ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും കുറ്റകൃത്യങ്ങളിലും ക്രിമിനൽ കുറ്റങ്ങളിലും ഒക്കെ ചെന്നുപെടുമ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമ്മൾ താലോലിച്ച് വളർത്തിയ മക്കൾ തന്നെ നാളെ വേറെ രീതിയിൽ തിരിയുന്ന വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ സമാധാനമില്ല, സന്തോഷമില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു ആശ്വാസത്തിന് വേണ്ടിയാ ദൃശ്യമാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇന്ന് അത് തുറന്നാൽ മനുഷ്യന് സമാധാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ വരെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ, പ്രിയ സ്നേഹിത, എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്രമാത്രം നിഷ്ഠൂരമായ പ്രവർത്തികൾക്ക് വിധേയപ്പെടുന്നത്? വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ഈ ലോകം പിശാചിന്റെ ആധിപത്യത്തിൽ കിടക്കുന്നു. പിശാച് അറക്കുവാനും മുടിക്കുവാനും വരുന്ന, അതായത് ഈ ലോകം, ഇന്ന് കാണുന്ന ലോകം, വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത് പ്രകാരം പിശാചിന്റെ ആധിപത്യത്തിൽ കിടക്കുന്നത്. അന്ത്യകാലമാകിയാൽ, ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് അന്ത്യകാല നാഴികൾ തന്നെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കാലം തികഞ്ഞു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം ഇത് അന്ത്യകാലമാ. ഈ ലോകം പിശാചിന്റെ ആധിപത്യത്തിൽ കിടക്കുന്നു, അറക്കുവാനും മുടിക്കുവാനും വരുന്നു എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് മനുഷ്യനെ അറുത്തു മുടിക്കുന്ന, ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ എന്താ? കേരളം കുരുതി കൊണ്ട് ചോരക്കളമായി മാറിയിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത്. പിശാചിന്റെ പ്രവർത്തികൾ, പൈശാചികമായ ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ നമ്മുടെ തലമുറകളെ, നമ്മുടെ ബന്ധങ്ങളെയൊക്കെ ഉറച്ച്, അല്ലെങ്കിൽ ഉടച്ചുലച്ചു വരുന്ന കാഴ്ച നാം കാണുന്നു. അറക്കുവാനും മുടിക്കുവാനും വരുന്നു പറഞ്ഞ് അറുത്തു മുടിച്ച് ഒരു ചോരക്കളമാക്കി നമ്മുടെ കേരളത്തെ മാറ്റുമ്പോൾ, അല്ല നമ്മുടെ ദേശത്തെ, നമ്മുടെ കുടുംബത്തെ മാറ്റുമ്പോൾ, എങ്ങനെ ഒരു മലയാളി എന്ന രീതിയിൽ, അത് വേണ്ട ഒരു മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയും? സമാധാനമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ പ്രതീക്ഷയോടെ മറ്റു സ്ഥലങ്ങളിലേക്ക് നമ്മൾ പഠിക്കുവാൻ വിടുന്നത്. എന്തുറപ്പ് നമുക്ക് കിട്ടും? ഇപ്പോൾ
കാണുന്നുണ്ട് കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യുന്നു. നിസാര പ്രശ്നങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലാതെ വരുമ്പോൾ പെൺകുഞ്ഞുങ്ങളടക്കം കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് ആത്മഹത്യ ചെയ്യുന്ന കാഴ്ചകൾ കാണുന്നു. കഴിഞ്ഞ ദിവസവും ഒരു വാർത്ത കണ്ടു. സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സുള്ള ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. നമ്മൾ കേൾക്കാത്ത വാർത്തകൾ എത്രമാത്രം, നമ്മൾ കാണാത്ത വാർത്തകൾ എത്രമാത്രം കുടുംബ അന്തരീക്ഷങ്ങളിൽ നടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ എങ്ങുമില്ലാതിരിക്കുമ്പോൾ ഈ അന്ത്യകാലത്ത് പിശാചിന്റെ പ്രവൃത്തികൾ കുടുംബങ്ങളിൽ വ്യക്തികളെ മനുഷ്യനെ തകർക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ടവരെ, ഇതിന് ഒരു പരിഹാരം മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അത് ഈ ലോകത്തിന്റെ നിയമങ്ങൾ കൊണ്ട് മാറ്റുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ ഈ ലോകത്തിലെ നിയമമോ ഈ ലോകത്തിലെ ചിന്തകൾക്കോ ഒരു നേതാക്കന്മാർക്കോ മത നേതാക്കന്മാർക്കോ കഴിയാതിരിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ആവശ്യം മനുഷ്യന്റെ മനസ്സിന്റെ മാറ്റമാ. അതാ മാനസാന്തരം എന്ന് പറയുന്നത്. അതുകൊണ്ടാ പറയുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചു ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവാകുന്ന പ്രിയപ്പെട്ടവരെ, സമാധാനം നൽകുന്ന, സന്തോഷം നൽകുന്ന ഒരേ ഒരു വർത്തമാനം മാത്രമേ ഉള്ളൂ, അത് സുവിശേഷമാ. കാരണം സുവിശേഷത്തിലെ കേന്ദ്ര വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ പ്രിയ സ്നേഹിത, പ്രിയപ്പെട്ടവരെ, ഇത് അന്ത്യകാലമാകിയാൽ നമുക്ക് രക്ഷപ്പെടുവാൻ പറ്റുന്ന ഒരു മാർഗം, മനുഷ്യന് സമാധാനം തരുന്ന, ഏത് മനുഷ്യനെയും സന്തോഷത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന, സമാധാനം കിട്ടുന്ന ഒരു സന്ദേശം, അത് സുവിശേഷത്തിന്റെ സന്ദേശമാ. അതുകൊണ്ട് യേശു തന്നെ പറയുന്നു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്ന സമാധാനമല്ല. ഈ ലോകത്തിലേക്ക് നോക്കിയാൽ സമാധാനം നൽകുന്ന ഒരു വർത്തമാനവും ഇല്ലാതിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സമാധാനം നൽകുന്ന ഞങ്ങളെ ഈ ദേശത്തൊക്കെ ഇങ്ങനെ സമാധാനത്തോടെ ഈ സന്ദേശം കൈമാറുവാൻ ഒരു കാരണമുണ്ട്. ഇന്നലെയുടെ കാലഘട്ടങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമല്ലാതിരുന്നപ്പോൾ, ജീവിതത്തിൽ നിരാശയിലൂടെ കടന്നു വന്നപ്പോൾ, ഒരു മനുഷ്യനും ഞങ്ങൾക്ക് സമാധാനം തരാതിരുന്നപ്പോൾ, ഞങ്ങൾ ആശ്രയിച്ച നേതാക്കന്മാരോ മത നേതാക്കന്മാരോ ആരും ഞങ്ങൾക്ക് സമാധാനം തരാൻ കഴിയാതിരുന്നപ്പോൾ, സാക്ഷാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചതിലൂടെ മാത്രമാ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ലഭിച്ചത്. പ്രിയ സ്നേഹിത, ഇതെല്ലാം മുക്കിലും മൂലയിലും ഒക്കെ ഞങ്ങൾ വിളിച്ചു പറയുന്നതിന് ഒരു കാരണമുണ്ട്. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. സുവിശേഷത്തിന് മാത്രമേ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാനും മനുഷ്യന്റെ മനസ്സിന് സമാധാനം നൽകുവാനും മനുഷ്യന്റെ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ സ്നേഹിയാക്കി മാറ്റുവാനും കഴിയുന്നത് സുവിശേഷത്തിന് മാത്രമാ. സുവിശേഷം എവിടെയെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ടോ അവിടെയെല്ലാം വ്യക്തികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, മാനസാന്തരം വന്നിട്ടുണ്ട്, മനുഷ്യനായി തീർന്നിട്ടുണ്ട്. കാരണം യേശു ക്രിസ്തു സ്നേഹം കൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്താമെന്നും സ്നേഹം കൊണ്ട് മനുഷ്യനെ നേടാമെന്നും ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. കൊണ്ട് പ്രിയപ്പെട്ടവരെ, രക്ഷപ്പെടണമോ? നിങ്ങളുടെ ജീവിതത്തിൽ നിരാശയിലൂടെ നിങ്ങളുടെ തലമുറ നോക്കി നിങ്ങളുടെ കുടുംബത്തിന്റെ ജീവിതത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ അഴിയാതെ കിടക്കുന്ന പാപങ്ങളെ, പാപത്തിന്റെ അവസ്ഥ, ശാപത്തിന്റെ അവസ്ഥ, ജീവിതത്തിന്റെ നിരാശയുടെ അവസ്ഥ, ഏത് അനുഭവത്തിലും കിടക്കുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞു യേശുവിൽ വിശ്വസിക്കുക. യേശു ഒരു മതത്തിന്റെ നേതാവല്ല, ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവല്ല. യേശുവിനെ കുറിച്ച് പറയുന്നു സകല മാനവജാതിക്കും ഉണ്ടാകാനുള്ള രക്ഷ എന്ന. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ജനനത്തിലെങ്കിലും പറയുന്നു സകല ലോകത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്നാ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യൻ എന്നോ മുസ്ലിം എന്നോ വർണ്ണവർഗ വ്യത്യാസമില്ലാതെ ഏവരും സന്തോഷിക്കുവാൻ കഴിയുന്ന, ഏവരും വിശ്വസിക്കുവാൻ കഴിയുന്ന, ഏത് മനുഷ്യർക്കും രക്ഷ തരുന്ന, ഏത് മനുഷ്യന്റെയും പാപത്തെ മോചിക്കുവാൻ കഴിയുന്ന, ഏത് മനുഷ്യന്റെയും ശാപത്തിന്റെ അവസ്ഥയും ജീവിത നിരാശയും മാറ്റുവാൻ കഴിയുന്ന ഏക വ്യക്തിയായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ട്. അതുകൊണ്ട് യേശു പറയുന്നു, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുകയില്ല എന്ന് പറഞ്ഞു. ഏക സത്യ ദൈവമായ ദൈവത്തിലേക്ക് എത്തുവാനുള്ള ഏക മാർഗവും കർത്താവായ യേശു ക്രിസ്തു മാത്രമാ. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തിലേക്കുള്ള ഒരു അന്വേഷണമാണോ? അതിനുള്ള വഴിയും യേശു മാത്രമാ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കുന്ന, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തുന്ന, നിങ്ങൾക്ക് സമാധാനം തരുന്ന സത്യമായ യേശുവിൽ വിശ്വസിക്കുക. എങ്കിൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടാൻ. ഈ സന്ദേശം ഈ ദേശത്തിന്റെ അനുഗ്രഹമാകട്ടെ. സമാധാനമില്ലാത്തവർക്ക് ആശ്വാസമായി തീരട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.